നമസ്കാരം മുസ്തഫ മൗലവി. നമസ്തേ. നമുക്ക് ക്രൈം ഓൺലൈനിലാണ് വിളിക്കുന്നത്. ഈ അതായത് മുത്തലാഖ് നിയമം അനിവാര്യമാണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ പറയുകയാണെങ്കിൽ ഒറ്റയടിക്ക് 3 തവണ തലാഖ് ചൊല്ലി മുസ്ലിം പുരുഷന്മാർ വിവാഹബന്ധം വേർപെടുത്തുന്ന മുത്തലാഖ് സമ്പ്രദായം വിവാഹമെന്ന സാമൂഹിക വ്യവസ്ഥയ്ക്ക് അപകടമാണ് എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി താങ്കൾ ഇതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെന്റ്, എന്താണ് മുത്തലാഖ് നിയമം, ഇത് നിരോധിക്കേണ്ടതാണോ, അതിനൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറഞ്ഞത്. ഈ വിഷയം നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. മുത്തലാഖ് നിയമമല്ല, മുത്തലാഖ് നിരോധന നിയമത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മുത്തലാഖ് എന്ന് പറയുന്ന ദുരാചാരം അത് ഖുർആൻ വിരുദ്ധമാണ്, ഇസ്ലാമിക വിരുദ്ധമാണ്. തീർച്ചയായും അത് നിരോധിക്കപ്പെടേണ്ടതാണ്. അത് നിരോധിക്കപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, അത്തരത്തിൽ ഒരാൾ തയ്യാറായാൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം വിവാഹം എന്ന് പറയുന്ന, കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞതുപോലെ, വിവാഹം എന്ന് പറയുന്ന ഒരു സാമൂഹിക സ്ഥാപനത്തെ ഏറ്റവും ദോഷകരമായി ബാധിക്കുന്ന ഒരു നിയമമാണ്. ഇത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മുത്തലാഖ് എന്ന് പറയുന്ന ഈ പ്രാകൃതമായ ആചാരം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്രയും കാലം പാലിച്ചു പോകുന്നത് ഈ ഇന്നേ വരെയുള്ള ഒരു ഗവൺമെന്റിന്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ലോകം ഇത്രമാത്രം മാറിയിട്ടും ഇപ്പോഴാണ് നമുക്ക് മുത്തലാഖ് എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് അത് നിരോധിക്കാൻ തോന്നിയത്. യഥാർത്ഥത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പലയിടത്തും, ജോർദാൻ, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങളിൽ പലയിടത്തും മുത്തലാഖ് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല, എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് നിരോധിക്കപ്പെടേണ്ടതാണ്. സുപ്രീം കോടതിയിൽ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ വസ്തുത 100% ശരിയാണ്. തീർച്ചയായിട്ടും അത് വലിയ അപകടമാണ് സമൂഹത്തിന് ഉണ്ടാക്കുന്നത്, വലിയ പരിക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ നിയമം അനിവാര്യമാണെന്ന് തന്നെയാണ് താങ്കൾക്ക് പറയാനുള്ളത്. ആധുനിക സമൂഹം ഇത്രയും വളർന്നിട്ടും ഇനി ഇത്തരം ആ ഒരു അപരിഷ്കൃതമായ കാര്യങ്ങൾ ആവർത്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ താങ്കൾക്ക് പറയാൻ പറ്റും. അത് ഖുർആൻ വിരുദ്ധമാണ്. എന്റെ സ്റ്റാൻഡ് അതാണ്. അത് ഖുർആൻ വിരുദ്ധമാണ്. ഇപ്പോ BJP ഗവൺമെന്റ് അത് നിരോധിച്ചുവെങ്കിൽ അവർ ഒരു ഖുർആനികമായ നിയമം നടപ്പിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഖുർആൻ എന്ന് തലാഖിനെ കുറിച്ച്, വിവാഹമോചനത്തെ കുറിച്ച് പറയുന്നിടത്ത് അത് ഒറ്റയടിക്കുള്ളതല്ലെന്നും പല ഘട്ടങ്ങളിലായി ചെയ്യേണ്ടതാണെന്നും സംഭവിക്കേണ്ടതാണെന്നും പറയുന്നുണ്ട്. ആ ഖുർആനിന്റെ നിർദ്ദേശത്തെ അപ്പാട് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ മുത്തലാഖ് സമ്പ്രദായം മുസ്ലിം പുരുഷന്മാർ ആചരിച്ചു വരുന്നത്. ഒരിക്കലും ഖുർആനിന്റെ സ്പിരിറ്റിനെ യോജിച്ചതല്ല അത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗവൺമെന്റിനെ ആര് നയിക്കുന്നു എന്നുള്ളതല്ല, ഗവൺമെന്റ് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ വിഷയം ഖുർആനികമായൊരു നിയമം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾക്ക് ഖുർആനികമായിട്ടുള്ള ഒരു ജീവിതാന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിൽ ഇത് വലിയ പങ്ക് വഹിക്കും. തീർച്ചയായിട്ടും ഇത് അഭിനന്ദനീയമായ കാര്യമാണ്. ഏതായാലും അടുത്തൊരു വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായിട്ടും ബന്ധപ്പെടാം. നന്ദി, നമസ്കാരം.